ദ യെല്ലോ അംബ്രല്ല എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്തെ ആക്ടിവിറ്റികൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വൈ ആർ മെമ്മറീസ് ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ലൈഫ്സ്? എന്തുകൊണ്ടാണ് ഓർമ്മകൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത്? മെമ്മറീസ് ഓഫൺ മേക്ക് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. സംടൈംസ് എ മെമ്മറി അവേക്കൻ ഇൻ അസ് ദ ഡിസയർ ടു പൊസസ് സംതിങ്. ഓർമ്മകൾ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതവും ഇപ്പോഴുള്ള ജീവിതവുമായിട്ട് ഒരു പാലം പോലെ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഓർമ്മകൾ നമ്മളെ എന്തെങ്കിലും സ്വന്തമാക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ഹെലേന ഹിലോറിയോ ആൻഡ് മരിയോ പിസെ ഗെറ്റ് ദ ത്രെഡ് ഫോർ ദ ഫിലിം? എങ്ങനെയാണ് ഹെലേനയ്ക്ക് ഈ സിനിമ നിർമ്മിക്കാനുള്ള, ഇതൊരു സിനിമയാക്കാനുള്ള ഒരു കഥ കിട്ടിയത്? Once Hilario's sister had been on a visit to an orphanage in Params with Christmas gift for the children, where they met Joseph. ഒരിക്കൽ ഹെലേനയുടെ സിസ്റ്റർ ഒരു ഓർഫനേജിലേക്ക് ക്രിസ്മസ് സമ്മാനങ്ങളുമായിട്ട് പോയി. അവിടെ വെച്ചാണ് ജോസഫിനെ കണ്ടുമുട്ടിയത്. ജോസഫിൻ്റെ കഥയാണല്ലോ ഈ സിനിമ. തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ജോസഫ് ദ യങ് ബോയ് ഫ്രം പാംസ് ഹാവ് എ സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് ടു ദി യെല്ലോ അംബ്രല്ല? എന്തുകൊണ്ടാണ് ആ മഞ്ഞക്കുടയോട് അവനൊരു സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് തോന്നിയത്? ഹി ഹാവ് എ സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് ടു ദി യെല്ലോ അംബ്രല്ല ബിക്കോസ് വെൻ ഹി സോ ഹിസ് ഫാദർ ലാസ്റ്റ് ടൈം, ഫാദർ ഹാഡ് യെല്ലോ അംബ്രല്ല, സോ ദിസ് ബിക്കം എച്ച്ഡ് ഇൻ ഹിസ് മെമ്മറി. ലാസ്റ്റ് സമയത്ത്, അതായത് ഏറ്റവും അവസാനമായി അച്ഛനെ കണ്ടപ്പോൾ അച്ഛനൊരു മഞ്ഞക്കുടയും ചൂടിയാണ് പോയത്. അത് ജോസഫിൻ്റെ മെമ്മറിയിൽ പതിഞ്ഞു കിടന്നു. അതുകൊണ്ടാണ് ജോസഫിന് മഞ്ഞക്കുട വേണമെന്ന ആഗ്രഹം വന്നത്. Why did Joseph's father leave him at the orphanage? What does this tell us about their situation? ജോസഫിൻ്റെ അച്ഛൻ എന്തുകൊണ്ടാണ് ജോസഫിനെ ആ ഓർഫനേജിൽ ഉപേക്ഷിച്ചു പോയത്? അവരുടെ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ദാറ്റ് വാസ് ദ ഓൺലി വേ ഔട്ട് ഫോർ ഹിം. ഹി ഹാഡ് ബീൻ ഔട്ട് ഓഫ് വർക്ക് ഫോർ എ ലോങ് ടൈം. അതുമാത്രമായിരുന്നു ജോസഫിൻ്റെ അച്ഛനുള്ള ഏക പോംവഴി. കാരണം അവർ അഭയാർത്ഥികളായിരുന്നു. അപ്പോൾ ജോലിക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് അവനെ അവിടെ ആക്കി പോയത്. ദ ഓൺലി ഹോപ്പ് ഓഫ് സർവൈവൽ ഫോർ ഹിസ് സൺ വാസ് ടു ഗ്രോ അപ്പ് ഇൻ ദി ഓർഫനേജ്. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദെയർ പതറ്റിക് കണ്ടീഷൻ. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു പ്രതീക്ഷ ജോസഫ് ഈ ഓർഫനേജിൽ നിന്ന് വളരുക എന്നുള്ളതായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് അവരുടെ ദയനീയമായ സ്ഥിതി മനസ്സിലാക്കിയെടുക്കാം. ആക്ടിവിറ്റികളിൽ ഫസ്റ്റ് ആക്ടിവിറ്റി, ഇമാജിൻ വൺ ഡേ ദ യെല്ലോ അംബ്രല്ല സ്പോക്ക് ടു ജോസഫ്, ഐ ആം റെഡി ടു ടേക്ക് യു എനിവെയർ യു വുഡ് ലൈക്ക് ടു ഗോ. വെയർ ഡു യു തിങ്ക് ഹി വുഡ് വാണ്ട് ടു ഗോ? സങ്കല്പിക്കുക. ഇമാജിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിച്ച് നോക്കുക. ഒരു ദിവസം ആ യെല്ലോ അംബ്രല്ല ജോസഫിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. എന്താണ് പറഞ്ഞത്? ഞാൻ റെഡിയാണ്, നിനക്ക് എവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ടോ അവിടെ നിന്നെ കൊണ്ടുപോകാൻ ഞാൻ റെഡിയാണ്. ജോസഫ് എവിടെ പോകണമെന്ന് പറയും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ജോസഫ് എന്തായിരിക്കും പറയാമെന്നുള്ളതിനെ കുറിച്ച്. ഹി മൈറ്റ് ചൂസ് ടു ഗോ ബാക്ക് ടു ദി റെയിനി ഡേ വെൻ ഹി ആൻഡ് ഹിസ് ഫാദർ വോക്ക് ടു ദി ഓർഫനേജ്. ഒരു പക്ഷേ അവൻ പറയുമായിരിക്കും അവർ ആ ഓർഫനേജിൽ എത്തിയ ദിവസം, ആ ഒരു മഴയത്ത് യെല്ലോ കുട ചൂടി അവിടെ വന്നെത്തിയ ആ ഒരു ദിവസത്തിലേക്ക് തിരിച്ചു പോകണമെന്നായിരിക്കാം. സെക്കൻഡ്, he might wish to visit the country or city of his father's origin wherever that he may. ഒരു പക്ഷേ അവൻ്റെ അച്ഛൻ എവിടെയാണോ ജീവിച്ചിരിക്കുന്നത്, അച്ഛൻ്റെ ആ ഒറിജിൻ ആയിട്ടുള്ള കൺട്രി, അതായത് ജന്മദേശത്തേക്ക് തിരിച്ചു പോകണമെന്നായിരിക്കും ചിലപ്പോൾ പറയുക. തേർഡ് വൺ, he might prefer to visit a bustling colorful carnival or fair. വളരെ തിരക്കുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു കാർണിവൽ അല്ലെങ്കിൽ ഒരു ഫെയർ അങ്ങനെ കാണണമെന്നായിരിക്കാം ചിലപ്പോൾ അവൻ പറയുക. അടുത്തത്, ഹി മൈറ്റ് ഗോ ഫോർ എ ട്രാവൽ ടു എ കാം ആൻഡ് അട്രാക്റ്റീവ് ബീച്ച് അറ്റ് സൺസെറ്റ്. സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബീച്ചിലേക്ക് പോകണമെന്നായിരിക്കാം അവൻ പറയുക. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് ഓപ്ഷനാണ് അനുയോജ്യമെന്ന് തോന്നുന്നത്? അത് നിങ്ങളുടെ ഭാവനയിൽ വരുന്നത് ഏതാണ്? അവൻ എന്താഗ്രഹമായിരിക്കും ആ യെല്ലോ അംബ്രല്ലയോട് പറഞ്ഞിട്ടുണ്ടാവുക? അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യുക. അത് വെച്ചിട്ട് ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുക. ക്യാൻ യു ഡെവലപ്പ് എ സ്റ്റോറി യൂസിങ് എനി വൺ ഓഫ് ദ പ്ലോട്ട്സ് ഗിവൺ എബവ്? അപ്പം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യണം. എന്നിട്ട് അത് വെച്ചൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സെക്കൻഡ് വൺ ആണ്. ഹി മൈറ്റ് വിഷ് ടു വിസിറ്റ് ദ കൺട്രി ഓർ സിറ്റി ഓഫ് ഹിസ് ഫാദേഴ്സ് ഒറിജിൻ വെയറെവർ ദാറ്റ് മേ ബി.
ഇനി സ്റ്റോറി ഇങ്ങനെയാണ്. ഹിലാറിയോസ് സിസ്റ്റർ gave the yellow umbrella to Joseph. Since the day, Joseph kept the yellow umbrella with him. One day, yellow umbrella started to spoke to Joseph. ഹിലാറിയോയുടെ സിസ്റ്റർ യെല്ലോ അംബ്രല കൊടുത്തത് മുതൽ അവനത് സൂക്ഷിച്ചു വെച്ചു. ഒരു ദിവസം ആ കുട ജോസഫിനോട് സംസാരിച്ചു. ഐ ആം റെഡി ടു ടേക്ക് യു എനിവെയർ യു വുഡ് ലൈക്ക് ടു ഗോ. നിങ്ങൾക്ക് എവിടെ പോകാനാണോ ആഗ്രഹം അവിടെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ജോസഫ് റിപ്ലൈഡ് ദാറ്റ് ഹി വാണ്ട്സ് ടു വിസിറ്റ് ദ കൺട്രി ഓഫ് ഹിസ് ഫാദേഴ്സ് ഒറിജിൻ വേറെവർ ദാറ്റ് മേ ബി. എവിടെയാണോ എൻ്റെ അച്ഛൻ്റെ ജന്മദേശം എനിക്ക് അങ്ങോട്ടേക്ക് പോകണമെന്ന് കുടയോട് ഈ ജോസഫ് പറഞ്ഞു. The yellow umbrella granted his wish. Thus they reached his father's country, where umbrella found Joseph's father and he is working there. അങ്ങനെ ആ കുട ജോസഫിൻ്റെ ഫാദറിനെ അവിടെ കണ്ടെത്തി. അവിടെ അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു. Father and he is working there. Thus Joseph and his father was very happy. അങ്ങനെ ജോസഫും ജോസഫിൻ്റെ ഫാദറും വളരെ സന്തോഷവാന്മാരായി. They said thanks to umbrella. അവർ അംബ്രലയോട് വളരെ നന്ദിയൊക്കെ പറഞ്ഞു. Thus Joseph lived with his father forever. അങ്ങനെ പിന്നീടുള്ള കാലം മുഴുവൻ ജോസഫ് അച്ഛനോടൊന്നിച്ച് അവിടെ താമസിച്ചു. Second activity. Here is a letter Joseph wrote to his father, but only the initial part is given. Try to complete it. ഇവിടെ ജോസഫിൻ്റെ ഫാദറിന് എഴുതിയ ഒരു ലെറ്റർ തന്നിട്ടുണ്ട്. അതിന് കുറച്ച് ഭാഗമേ തന്നിട്ടുള്ളൂ, ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. മെർസി ഹോം XYZ സ്ട്രീറ്റ്, പിന്നെ ഡേറ്റ് കൂടി ഇടണം. ഡിയർ ഡാഡ്, ഹോപ്പ് യു ആർ ഫൈൻ വേറെവർ യു ആർ. അച്ഛൻ എവിടെയായാലും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് വി വെയർ ടുഗെദർ. നമ്മൾ ഒരുമിച്ചുണ്ടായിട്ട് ഒരുപാട് കാലമായി. ഐ മിസ് യു എ ലോട്ട് ഡാഡ്. ഐ റിമെമ്പർ എ റെയിനി ഡേ വെൻ വി വോക്ക്ഡ് അണ്ടർ എ ബിഗ് യെല്ലോ അംബ്രല്ല. ഞാനിപ്പോഴും നമ്മൾ ഒരുമിച്ച് ആ യെല്ലോ അംബ്രല്ലയുടെ കീഴിൽ നടന്നു വന്നത് ഓർക്കാറുണ്ട്. ഐ മിസ് യു സോ മച്ച്. ഐ വോണ്ട് ടു മീറ്റ് യു ആൻഡ് മൈ മദർ. എനിക്ക് താങ്കളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അച്ഛനെയും അമ്മയെയും കാണണം. ഐ ഹാവ് സോ മെനി ഫ്രണ്ട്സ് ഹിയർ. എനിക്കിവിടെ ധാരാളം സുഹൃത്തുക്കളുണ്ട്. ബട്ട് ഐ വാണ്ട് ടു ലീവ് വിത്ത് യു. പക്ഷേ എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ താമസിക്കാനാണ് ആഗ്രഹം. ഐ സ്റ്റിൽ റിമെമ്പർ ഗുഡ് ഓൾഡ് ഡേയ്സ് ദാറ്റ് വി സ്പെൻഡ് ടുഗെദർ. നമ്മൾ ഒരുമിച്ച് ചിലവഴിച്ച ആ ഒരു നല്ല ദിവസങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കാറുണ്ട്. ആക്ടിവിറ്റി 3. Here is the conversation between Joseph and his friend Gerald in the refugee camp. ജോസഫും ജോസഫിൻ്റെ ഫ്രണ്ടായ ജെറാൾഡും കൂടി അഭയാർത്ഥി ക്യാമ്പിലിരുന്ന് സംസാരിക്കുന്ന ഒരു സംഭാഷണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫ്രണ്ട്സ് ഇൻ എ ഡിസ്റ്റന്റ് ലാൻഡ്. ജോസഫ്, ജെറാൾഡ്, being in this camp is really tough, especially for us kids. ജെറാൾഡിനോട് ജോസഫ് പറയുകയാണ്, നമ്മൾ ഈ ക്യാമ്പിൽ കഴിയുന്ന വളരെ വിഷമമുള്ള ഒരവസ്ഥയാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ജെറാൾഡ്, ഐ മിസ് മൈ മോം ആൻഡ് ഡാഡ് എ ലോട്ട്. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും ഒരുപാട് മിസ് ചെയ്യുന്നു. ജോസഫ്, ഐ നോ ഹൗ യു ഫീൽ. മൈ ഡാഡ് ഹാഡ് ടു ലീവ് മീ ഹിയർ ആൻഡ് ഐ ഹാവൻ സീൻ ഹിം സിൻസ്. എന്നെ അച്ഛൻ ഇവിടെ കൊണ്ടു ചേർത്തു, അതിനുശേഷം ഞാൻ ഇതുവരെ അച്ഛനെ കണ്ടിട്ടില്ല. ജെറാൾഡ്, ദാറ്റ് ഈസ് ടെറിബിൾ. ജെറാൾഡ്, അത് വളരെ വിഷമകരമാണല്ലോ. ജോസഫ്, ബട്ട് യു നോ വാട്ട് ജെറാൾഡ്, വി ക്യാൻ ബി ലൈക്ക് എ ഫാമിലി ഹിയർ ആൻഡ് ടേക്ക് കെയർ ഓഫ് ഈച്ച് അതർ. നമുക്കിവിടെ ഒരു കുടുംബം പോലെ കഴിയാം, നമുക്ക് പരസ്പരം ആശ്വസിപ്പിക്കാം. ജെറാൾഡ്, യു ആർ റൈറ്റ് ജോസഫ്, ഫ്രണ്ട്സ് ക്യാൻ ബി ലൈക്ക് ഫാമിലി ടു. ജെറാൾഡ് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കുടുംബം പോലെ തന്നെയാണ്. ജോസഫ്, ആൻഡ് ജെറാൾഡ്, ദ സ്കൂൾ ഹിയർ ഈസ് നോട്ട് ലൈക്ക് വാട്ട് ഇറ്റ് യൂസ്ഡ് ടു ബി. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ലേൺ. ഇവിടെയുള്ള സ്കൂള് എല്ലാ സ്കൂളും പോലെ അല്ല, അത് വളരെ ഈസി അല്ല ഇത് പഠിക്കണമെങ്കിൽ. ജെറാൾഡ്, ഐ നോട്ടീസ് ടു ഇറ്റ് ഈസ് വെരി ക്രൗഡഡ് ആൻഡ് നോയ്സി. ഇത് വളരെ തിരക്ക് നിറഞ്ഞതും വളരെ എപ്പോഴും ഒച്ചയുള്ളതുമാണ്. ജോസഫ്, ബട്ട് വി കാൻ ഗിവ് അപ്പ് ഓൺ ലേണിംഗ്. നമുക്ക് പഠിത്തം ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് അത് നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല എന്ന് ജോസഫ് പറയുന്നു. ജെറാൾഡ്, ഐ ലൈക്ക് ദാറ്റ് ഐഡിയ ജോസഫ്, ലെറ്റ്സ് ഹെൽപ്പ് ഈച്ച് അതർ ലേൺ ആൻഡ് ഗെറ്റ് സ്മാർട്ട്. നമുക്ക് പരസ്പരം സഹായിക്കാം, അങ്ങനെ നമുക്ക് സ്മാർട്ടായിട്ട് വരാം. ജോസഫ്, ഗ്രേറ്റ്, വി ക്യാൻ ബി സ്റ്റഡി ബഡീസ്. നമുക്ക് പഠിക്കാം.
അത്രയുമാണ് അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഇവിടെ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ ഹാർഡ്ഷിപ്സ് ഫേസ്ഡ് ബൈ ചൈൽഡ് റെഫ്യൂജീസ്. ഇനി നിങ്ങളോട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചൈൽഡ് റെഫ്യൂജീസിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം. എ ഫ്യൂ ഹിൻസ് ആർ ഗിവൺ ബിലോ. ഇവിടെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ ചൈൽഡ് റെഫ്യൂജീസ്. അപ്പോൾ ഇവിടെ 2 എണ്ണം തന്നിട്ടുണ്ട്, ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. ലാക്ക് ഓഫ് ഷെൽട്ടർ, ദെൻ ഹങ്കർ, അതായത് കിടക്കാനൊരു അവസ്ഥ ഇല്ലാത്തത്, കിടക്കാടമില്ലാത്ത ഒരവസ്ഥ, അതുപോലെ വിശപ്പ്. ഇനി നമ്മൾ ബാക്കി കണ്ടുപിടിച്ച് എഴുതണം. ലോസ് ഓഫ് ഫാമിലി മെമ്പേഴ്സ്, ഫാമിലി മെമ്പേഴ്സിലെ ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെടാം. ലാക്ക് ഓഫ് ഹെൽത്ത് കെയർ, ആശുപത്രി സൗകര്യങ്ങളൊന്നും ഇല്ലാതിരിക്കും. അതുപോലെ ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ്, മറ്റൊരു രാജ്യത്ത് ഇവർ എത്തിച്ചേരുമ്പോൾ ആ രാജ്യത്തിലുള്ളവർ ചിലപ്പോൾ ഒരു പക്ഷേ ഇവരെ മാറ്റി നിർത്തിയേക്കാം. ലാക്ക് ഓഫ് സ്കൂൾസ്, സ്കൂളൊന്നും ആവശ്യത്തിന് ഇല്ലാത്ത അവസ്ഥ. ലാക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി, അതായത് പഠിക്കാനുള്ള അവസ്ഥ ഇല്ലാതിരിക്കുക. ആക്ടിവിറ്റി 4. Here is a conversation between Hilario's sister and Joseph when they started distributing toys. Let's complete the conversation. ഇവിടെ ഹിലാറിയോയുടെ സിസ്റ്ററും ജോസഫും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അവർ കൊണ്ടുവന്ന ടോയ്സ് ഒക്കെ വിതരണം ചെയ്യുന്ന അവസരത്തിലാണ്. നമുക്കിനി ബാക്കിയുള്ള കോൺവെർസേഷൻ ഫില്ല് ചെയ്യണം. ഹിലാറിയോ സിസ്റ്റർ, ഹലോ, വാട്ട് ഷുഡ് ഐ കോൾ യു? ഞാൻ നിന്നെ എന്താണ് വിളിക്കേണ്ടത്? ജോസഫ്, ഐ ആം ജോസഫ്. ഹിലാറിയോ സിസ്റ്റർ, ജോസഫ്, വൈ ആർ യു നോട്ട് പ്ലേയിങ് വിത്ത് ദി അതർ ചിൽഡ്രൻ? ഡോണ്ട് യു ലൈക്ക് ടോയ്സ്? നീ എന്താണ് മറ്റു കുട്ടികളുടെ കൂട്ടത്തിൽ കളിക്കാത്തത്? നിനക്ക് ടോയ്സ് ഇഷ്ടമില്ലേ? ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. ജോസഫ്, നോ, ഐ ഡോണ്ട് ലൈക്ക് ദീസ് ടോയ്സ്. എനിക്ക് കളിപ്പാട്ടങ്ങളൊന്നും ഇഷ്ടമില്ല. ഹിലാറിയോ സിസ്റ്റർ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഐറ്റം? നിനക്ക് പിന്നെ എന്താണ് ഇഷ്ടമുള്ളത്? ജോസഫ്, ഐ നീഡ് എ യെല്ലോ അംബ്രല്ല. എനിക്കൊരു യെല്ലോ കുട വേണം. ഹിലാറിയോ സിസ്റ്റർ, യെല്ലോ അംബ്രല്ല, വൈ? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് യെല്ലോ കളർ? അതെന്താ നീ യെല്ലോ കളറുള്ള അംബ്രല്ല തന്നെ വേണമെന്ന് പറയുന്നത്? ജോസഫ്, ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് സ്പെഷ്യൽ പേഴ്സൺ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളെ ആ കുട ഓർമ്മിപ്പിക്കും. ഹിലാറിയോ സിസ്റ്റർ, ഹൂ ഈസ് ഹി? ആരാണത്? ജോസഫ്, ഹീ ഈസ് മൈ ഫാദർ ഹു ഈസ് വെരി ഫാർ അവേ ഫ്രം മീ. അത് എൻ്റെ അച്ഛനാണ്. അച്ഛനിപ്പോൾ എന്നിൽ നിന്ന് വളരെയധികം അകലെയാണ്.